ഹലോ, അസ്സലാമു അലൈക്കും. ഏവർക്കും കളർഫുൾ ഇ മീഡിയയിലേക്ക് സ്വാഗതം. UP ലെവൽ അൽമാഹിർ എക്സാമുമായി ബന്ധപ്പെട്ട് നൽകിയ ചോദ്യ ബാങ്കിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന ഈ എക്സാമിൻ്റെ സ്ക്രീനിംഗ് ഡിസംബർ 31 നടക്കുന്നത്. പരീക്ഷയുടെ ചോദ്യങ്ങളിൽ 40% ചോദ്യങ്ങളും UP ലെവലിൽ 7ാം ക്ലാസ്സിലെ 1, 2, 3, 4 വരെയുള്ള യൂണിറ്റുകളിൽ നിന്നും ബാക്കി 60% ചോദ്യം ഈ വർഷം തയ്യാറാക്കി വിതരണം ചെയ്ത ചോദ്യ ബാങ്കിൽ നിന്നുമായിരിക്കും ഉണ്ടാവുക. ഫൈനൽ എക്സാം ജാനുവരി 25 പരീക്ഷയുടെ ചോദ്യങ്ങളിൽ 60% ചോദ്യം ഈ വർഷം വിതരണം ചെയ്ത ചോദ്യ ബാങ്കിൽ നിന്നും 40% ചോദ്യം കറണ്ട് അഫയേഴ്സ് വിഷയങ്ങളിൽ നിന്നുമായിരിക്കും ഉണ്ടാവുക. അൽമാഹിർ എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങൾ അടങ്ങിയ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അൽമാഹിർ എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫി അയ്യു മജാലിൻ നാലത്ത് മലാല യൂസുഫ്സായ് ജായിസ നോബൽ. മലാല യൂസുഫ്സായ് നോബൽ പ്രൈസ് നേടിയത് ഏത് മേഖലയിലാണ്? ലിസ്സലാം, സമാധാനത്തിനുള്ള നോബൽ സമ്മാനമാണ് മലാല യൂസുഫ്സായിക്ക് ലഭിച്ചത്. രണ്ടാമത്തെ ചോദ്യം, മനിൽ മൗറൂഫ് ബി അബിൽ വത്തുനിൽ ഹിന്ദിൽ മുസ്തഖില്. നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ്? മഹാത്മാ ഗാന്ധി. മൂന്നാമത്തെ ചോദ്യം, ഫി അയ്യുസന നാല നജീബ് മഹ്ഫൂൽ ജായിസ നോബൽ ഫിൽ അദബിൽ അറബി. അറബി സാഹിത്യത്തിൽ നജീബ് മഹ്ഫൂലിന് നോബൽ സമ്മാനം ലഭിച്ചത് ഏത് വർഷത്തിലാണ്? 1988. നാലാമത്തെ ചോദ്യം, ഇഷ്തഹറ രാമാനുജൻ ഫി ഡാഷ്. രാമാനുജൻ പ്രശസ്തനായത് ഏത് മേഖലയിലാണ്? ശ്രീനിവാസ രാമാനുജൻ പ്രശസ്തനായത് ഏത് മേഖലയിലാണ്? ഇൽമു റിയാലിയാത്ത്, ഗണിതശാസ്ത്ര മേഖലയിൽ. അഞ്ചാമത്തെ ചോദ്യം, അഷ്ഷഹറുൽ അഖീർ മിന തഖ്വീമിൽ ഹിജ്രിയെ. ഹിജ്റ കലണ്ടറിലെ അവസാന വർഷം ഏത്? ദുൽഹിജ്ജ. ആറാമത്തെ ചോദ്യം, അൽ യൗമുൽ ആലമി ലി മുകാഫഹത്തിൽ മുഖദ്ദിറാത്ത്. ലോക ലഹരി വിരുദ്ധ ദിനം എന്ന്? ജൂൺ 26. ഏഴാമത്തെ ചോദ്യം, മൻ ഹിയ അവ്വലു ശഖ്സിയ അറബിയ ഫാസത്ത് ബിജായിസത്തി മാൻ ബുക്കർ ദൗലിയ. മാൻ ബുക്കർ പ്രൈസ് നേടിയ ആദ്യ അറബി വനിത ആര്? അദ്ദക്തൂർ ജൂഹ ഹാരിസി, ഡോക്ടർ ജൂഹ ഹാരിസി. എട്ടാമത്തെ ചോദ്യം, ഇഖ്തർ ഗൈറ മുതജാനിസ്. ഗ്രൂപ്പിൽ പെടാത്തത് എടുത്തെഴുതുക. ബൻത്വലൂൻ, മിഖസ്, മിർത്തു, ഫുസ്താൻ. ഇതിൽ ഗ്രൂപ്പിൽ പെടാത്തത് മിക്കസു ആണ്. മിക്കസു മീൻസ് കത്രിക. ബൻത്വലൂനും മിർത്തുൻ ഫുസ്താനും ഡ്രസ്സുകളുടെ പേരുകളാണ്. ബൻത്വലൂൻ പാൻറ്, മിർത്ത് സാരി, ഫുസ്താൻ മാക്സി. ഗ്രൂപ്പിൽ പെടാത്തത് മിക്കസു ആണ്. ഒൻപതാമത്തെ ചോദ്യം, അംസ്, നൂന്, യാ, താ, യുസമ്മ ബി ഡാഷ്. ഈ 4 ഹർഫുകൾക്ക് പറയുന്ന പേര് എന്താണ്? ഹുറൂഫുൽ മുലാറ, മുലാറത്തിൻ്റെ ഹർഫുകൾ. പത്താമത്തെ ചോദ്യം, മൻ അല്ലഫ കിതാബ് താരീഖു മൂജസുൽ ലിസമൻ. താരീഖുൻ മൂജസുൽ ലിസമൻ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാര്? സ്റ്റീഫൻ ഹോക്കിംഗ്. 11ാമത്തെ ചോദ്യം, അയ്യ സൂറ തോറഫു ബി ഖൽബിൽ ഖുർആൻ. ഖൽബുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏത്? സൂറത്ത് യാസീൻ. 12ാമത്തെ ചോദ്യം, ഫി അയ്യ സൂറത്തിൻ അൽ ആയ സുഹ്ഫി ഇബ്രാഹിമ വ മൂസ. സുഹ്ഫി ഇബ്രാഹിമ വ മൂസ എന്ന ആയത്ത് ഏത് സൂറത്തിലാണ്? സൂറത്തുൽ ആല. 13ാമത്തെ ചോദ്യം, മനി സ്വഹാബി അല്ലദീ ദുക്ര ഇസ്മുഹു ഫിൽ ഖുർആൻ. ഖുർആനിൽ പേര് പറയപ്പെട്ട സ്വഹാബിയുടെ പേരെന്ത്? സെയ്ദ് ബിൻ ഹാരിസ. 14ാമത്തെ ചോദ്യം, മാഹിയ അത്വലു ആയ ഫിൽ ഖുർആൻ. ഖുർആനിലെ ഏറ്റവും ദൈർഘ്യമേറിയ ആയത്ത് ഏതാണ്? ആയത്തുദ്ദൈൻ.
15ാമത്തെ ചോദ്യം, മാഹിയൽ മൂജിസത്തുൽ കുബ്രാലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മൂജിസത്ത് ഏതാണ്? ഖുർആനുൽ കരീം. 16ാമത്തെ ചോദ്യം, മൻ കാന മുഹരിർ ജരീദ അൽ അമീൻ. അൽ അമീൻ പത്രത്തിന്റെ എഡിറ്റർ ആരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ പേരാണ് അൽ അമീൻ. 17ാമത്തെ ചോദ്യം, മനിൽ മലിക് അല്ലദീ ഹാവല അൻ യഹ്ദിമൽ കഅബ. കഅബ പൊളിക്കാൻ ശ്രമിച്ച രാജാവിന്റെ പേരെന്ത്? മലിക് അബ്രഹ. 18ാമത്തെ ചോദ്യം, മൻ ബന അൽ ഖൽഅത്തുൽ ഹംറാ. ഖൽഅത്തുൽ ഹംറാ മീൻസ് ചെങ്കോട്ട. ചെങ്കോട്ട നിർമ്മിച്ചത് ആര്? മലിക് ഷാജഹാൻ. 19ാമത്തെ ചോദ്യം, മസ്മുൽ ആഖർ ലിയോസ്വതി അഹ്സാബ്. അഹ്സാബ് യുദ്ധത്തിന്റെ മറ്റൊരു പേരെന്ത്? ഒസ്വത്തു ഖന്ദഖ്. ഖന്ദഖ് യുദ്ധം. 20ാമത്തെ ചോദ്യം, മനില്ലദീ യുറഫു ബി ഉമർ സാനി. ഉമർ സാനി, ഉമർ രണ്ടാമൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. 21ാമത്തെ ചോദ്യം, ഫി അയ്യുസന ജറാ ഇൽറാബുൻ ലിഹിഫ്ദിൽ ലുഗത്തിൽ അറബിയ. ഏത് വർഷത്തിലാണ് കേരളത്തിൽ അറബി ഭാഷാ സമരം നടന്നത്? 1980. 22ാമത്തെ ചോദ്യം, മൻ ഹുവ ആഖിർ മലിക് മിനൽ മുഗൾ. മുഗൾ രാജാക്കന്മാരിൽ അവസാനത്തെ രാജാവ് ആര്? ബഹദൂർ ഷാ. 23ാമത്തെ ചോദ്യം, മൻ ഹുവ വാലിദു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ആര്? അബൂ ഖുഹാഫ. 24ാമത്തെ ചോദ്യം, ഉക്തുബു ഷാദ്. ഖദീജ, ആയിഷ, ഹഫ്സ, ഫാത്തിമ. ഇതിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഫാത്തിമ. ബാക്കി മൂന്നും ഖദീജ ബീവിയും ആയിഷ ബീവിയും ഹഫ്സ ബീവിയും നബിയുടെ ഭാര്യമാരാണ്. ഫാത്തിമ നബിയുടെ മകളുടെ പേരാണ്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിൽ പെടാത്തത് ഫാത്തിമ. 25ാമത്തെ ചോദ്യം, മൻ വാലിദു ഇസ്മായിൽ അലൈഹിസ്സലാം. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പിതാവിന്റെ പേരെന്ത്? ഇബ്രാഹിം അലൈഹിസ്സലാം. 26ാമത്തെ ചോദ്യം, മൻ ഹുവ മുഅല്ലിഫ് കിതാബ് ഖലീല വദിംന. ഖലീല വദിംന എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? ഇബ്നുൽ മുഖഫർ. 27ാമത്തെ ചോദ്യം, മൻ യൗതബറു അബുഷീറുൽ അറബി. അറബി കവിതയുടെ പിതാവ് എന്ന് പറയപ്പെടുന്നത് ആരെയാണ്? ഇംറുൽ ഖൈസ്. 28ാമത്തെ ചോദ്യം, മൻ യുലഖബു ബി റജുലി സ്വാറൂഖിൽ ഹിന്ദ്. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം. 29ാമത്തെ ചോദ്യം, ഫി അയ്യി മുഖാത്വ സുദ്ദു മലമ്പുഴ. മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പാലക്കാട്. 30ാമത്തെ ചോദ്യം, കം അദദുൽ ലുഗാത്തി റസ്മിയ ലിൽ ഉമ്മമിൽ മുത്തഹിദ. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകൾ എത്ര? 6. 31ാമത്തെ ചോദ്യം, മൻ ഹുവ അവ്വലു റയീസുൽ വുസ്റായിൽ ഹിന്ദിൽ മുസ്തഖില്ല. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. 32ാമത്തെ ചോദ്യം, മതാ യഹ്തഫിലു അഹ്ലു കൈരള ബിയൗമിൽ ഫല്ലാഹീൻ. കേരളീയർ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന്? ചിങ്ങം 1. 33ാമത്തെ ചോദ്യം, മാഹുവ അക്ബർ മുക്കാത്വ ഫി വിലായത്തി കൈരള. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഇടുക്കി. 34ാമത്തെ ചോദ്യം, അവൽ മന്നാല ജായിസ നോബൽ ഫിൽ അദബിൽ അറബിയ. അറബി സാഹിത്യത്തിൽ ആദ്യമായി നോബൽ സമ്മാനം നേടിയത് ആര്? നജീബ് മഹ്ഫൂൽ. 35ാമത്തെ ചോദ്യം, ഉക്തുബ് ഇസ്മു ത്വായിർ ബിസ്തിഖ്ദാമി ഹാദിഹിൽ ഹുറൂഫ്.
തന്നിരിക്കുന്ന ഹർഫുകൾ ഉപയോഗിച്ച് ഒരു പക്ഷിയുടെ പേരെഴുതുക. തന്നിരിക്കുന്ന മുഴുവൻ ഹർഫുകളും ഉപയോഗിച്ച് എഴുതാൻ പറ്റിയ ഒരു പക്ഷിയുടെ പേരാണ് ഉസ്ഫോർ. 36ാമത്തെ ചോദ്യം, മസ്മുത്തിഫിലിൽ അസദ്. അസദിന്റെ കുട്ടിക്ക് പറയുന്ന പേര് ഷിബില്. 37ാമത്തെ ചോദ്യം, ഇഖ്തർ ഓയിറ മുത്തജാനിസ്. ഗ്രൂപ്പിൽ പെടാത്തത് എടുത്തെഴുതുക. മുർസൽ, മൗലൂ, തഹിയ, താരീഖുൽ മീലാദ്. ഇതിൽ ഗ്രൂപ്പിൽ പെടാത്തത് താരീഖുൽ മീലാദാണ്. താരീഖുൽ മീലാദ് മീൻസ് ഡേറ്റ് ഓഫ് ബർത്ത്. ബാക്കി മൂന്നും റിസാലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 38ാമത്തെ ചോദ്യം, കമീസ. 9:30 ഫിലോത്തുൽ അറബിയ. 9:30 9:30 അറബിയിൽ എന്താണ് പറയുക? അസ്സാത്തു താസിയ വന്നിസ്ഫ്. 39ാമത്തെ ചോദ്യം, ഫാക്കിഹത്തുൻ അലൽ അർസ് വർസുൻ അലൽ ഫാക്കിഹ മൻ അന. ഫാക്കിഹത്തുൻ അലൽ അർസ് ചെടിയിൽ കായ, അർസുൻ അലൽ ഫാക്കിഹ കായയിൽ ചെടി, മൻ അന ഞാൻ ആരാണ്? അനാനാസ് പൈനാപ്പിൾ. 40ാമത്തെ ചോദ്യം, മാതാ യുക്കാലു കലണ്ടർ ഫിലോത്തുൽ അറബിയ. കലണ്ടർ എന്നതിൻ്റെ അറബി വേർഡ് എന്താണ്? തഖ്വീം. 41ാമത്തെ ചോദ്യം, യുസ്തഖ്ദിമുൻ നജ്ജാർ ഡാഷ്. നജ്ജാർ ഉപയോഗിക്കുന്ന ഉപകരണമാണ് താഴെയുള്ളത്. നജ്ജാറിൻ്റെ പണിയായുധമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പേരെന്താണ്? നജ്ജാർ മീൻസ് ആശാരി. ചിത്രത്തിലുള്ളത് ഹാമറാണ്. ഹാമറിൻ്റെ അറബി വേർഡ് ഷാക്കൂഷ്. 42ാമത്തെ ചോദ്യം, ഫി അയ്യു മർക്കബിൻ നറ ഹാദിഹിൽ അലാമ. ഇവിടെ കാണുന്ന രൂപം, ഇത് ഏത് വണ്ടിയിലാണ് നമ്മൾ കാണാറുള്ളത്? സയ്യാറത്തുൽ ഇസാഫ്, ആംബുലൻസ്. 43ാമത്തെ ചോദ്യം, മാതാ യുക്കാലു ലി സ്പോർട്സ് ഫിലോത്തുൽ അറബിയ. സ്പോർട്സിൻ്റെ അറബി വേർഡ് എന്താണ്? റിയാല. 44ാമത്തെ ചോദ്യം, മാഹുവ അവ്വലു മസ്ജിദ് ഫി വിലായത്തി കൈരല. കേരളത്തിലെ ആദ്യത്തെ പള്ളി ഏത്? മസ്ജിദു ചേരമാൻ ബി കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദ്. 45ാമത്തെ ചോദ്യം, മാഹിയൽ ഖിബ്ലത്തുൽ ഊലാലിൽ മുസ്ലിമീൻ. മുസ്ലിങ്ങളുടെ ആദ്യ ഖിബ്ല ഏതായിരുന്നു? ബൈത്തുൽ മുഖദ്ദസ്. 46ാമത്തെ ചോദ്യം, ഇലാ അയ്യു ബലദിൻ ബാസല്ലാഹു യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു ഏത് രാജ്യത്തിലേക്കായിരുന്നു നിയോഗിച്ചത്? മിസ്ർ. 47ാമത്തെ ചോദ്യം, മനി സ്വഹാബി അല്ലദീ റവൽ ഹദീസ് കസീറൻ. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. 48ാമത്തെ ചോദ്യം, മനി സ്വഹാബി യോറഫു ബി കാത്തിബുൽ വഹി. കാത്തിബുൽ വഹി എന്നറിയപ്പെടുന്ന സ്വഹാബി ആര്? സെയ്ദ് ബിനു സാബിത്ത് റളിയല്ലാഹു അൻഹു. 49ാമത്തെ ചോദ്യം, ഫി അയ്യു ഷഹ്റിൻ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ ഏത് മാസത്തിലാണ്? റമളാൻ. 50ാമത്തെ ചോദ്യം, മാഹിയ സൂറത്തുല്ലത്തി തോറഫു ബിസുലുസുൽ ഖുർആൻ. സുലുസുൽ ഖുർആൻ, ഖുർആനിൻ്റെ 1/3 എന്നറിയപ്പെടുന്ന സൂറത്ത് ഏത്? സൂറത്തുൽ ഇഖ്ലാസ്. ചോദ്യ ബാങ്കിൽ നിന്നെടുത്തിട്ടുള്ള 50 ചോദ്യങ്ങളാണിവ. ഇതിലില്ലാത്ത 50 ചോദ്യങ്ങളുടെ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ധാരാളം പ്രീവിയസ് ക്വസ്റ്റ്യൻ അടങ്ങിയ വീഡിയോസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമ്മുടെ വീഡിയോസ് കാണുന്ന ആർക്കൊക്കെ ഫൈനൽ എക്സാമിന് സെലക്ഷൻ കിട്ടിയെന്ന് അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പേരും സ്കൂളിൻ്റെ പേരും കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.